ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ജ്യൂസാണ്. അതായത് ഗ്രേപ്പ് ജ്യൂസൊക്കെ എല്ലാവർക്കും കുടിക്കുമ്പം പിള്ളേർക്കൊക്കെ ചൊറിച്ചിലുണ്ടാകും, ചൊറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുടിക്കുകയല്ലോ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചൊറിയത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ പാർട്ടികൾക്കൊക്കെ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്ത് കാണണേ. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം അതിനുവേണ്ടി നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു 1/4 കിലോ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല കറുത്ത ഗ്രേപ്സാണ്, ഇതിന് നല്ല മധുരമാണ്. അപ്പം അങ്ങനെ നല്ല കറുത്ത് നോക്കി നിങ്ങൾ എടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഞാനിവിടെ ഒരു 4 സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 3 ഗ്ലാസ് വെള്ളമാണ്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി. കാരണം നമുക്ക് ഗ്രേപ്സിന് അത്ര പുളിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇത് നാരങ്ങ ജ്യൂസും കൂടി ഇച്ചിരി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചിൽഡ് വാട്ടറാണ്, നല്ല കോൾഡ് വാട്ടർ വേണം. അത് നമ്മൾ ഗ്രേപ്സ് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇടാനുള്ളതാണ്. അപ്പം ചിൽഡ് വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓവറായിട്ട് കുക്കായി പോവുകയില്ല. എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ഒരു സോസ് പാൻ വെക്കാം. അതിലോട്ട് നമ്മൾ 3 വെള്ളം ഒഴിക്കാം. സ്റ്റവ് ഓൺ ചെയ്യാം. വെള്ളം തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഗ്രേപ്സ് ഇടാൻ. എന്നിട്ട് ഗ്രേപ്സ് ഇട്ടിട്ടൊരു 5 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്യണം. അപ്പം ഗ്രേപ്സ് തന്നെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി വരും, പിണ്ട് കീറി. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്, നമുക്ക് ഗ്രേപ്സ് ഇടാം. ഗ്രേപ്സ് നല്ലപോലെ തിളച്ചതാണ്ട് കണ്ടോ, കുറേശ്ശെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. എല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടി മുകളിലോട്ട് വരും. നമുക്കിത് കൂട്ട് കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചില്ഡ് വാട്ടർ ഇല്ലേ അതിലോട്ട് നമുക്കിടാം. നമുക്കത് പിന്നെ ആവശ്യമുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഷുഗർ ഇടാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്യാം.
മിനിറ്റ് നേരം കുക്കായിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. നമുക്കിങ്ങനെ നല്ലപോലെ സ്ക്വീസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ പൾപ്പൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് എടുക്കാം, ജ്യൂസൊക്കെ. എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുരുവെല്ലാം ഇതിനകത്തുനിന്ന് ജ്യൂസിലോട്ട് ചാടാതെ അരിപ്പേ തങ്ങി നിൽക്കും. ഇതിനകത്തെ ജ്യൂസെല്ലാം നമ്മൾ സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ജ്യൂസ് നമുക്ക് തണുക്കാൻ വെക്കാം. ഷുഗറൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തണുപ്പിച്ചിട്ട് കൊണ്ടുവരാവേ. അപ്പോൾ നമ്മൾ തണുപ്പിക്കാൻ വെച്ച ജ്യൂസൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ലെമൺ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ജ്യൂസ് ഒഴിക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഗ്രേപ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അതിൻ്റെ കുരു കളഞ്ഞാണ് കേട്ടോ ഇത്. കുരുവില്ലാത്തതാണ് നല്ലത്. പിന്നെ ഇടയ്ക്ക് കുരു കടിക്കുമല്ലോ. അപ്പോൾ ഒരു കത്തിയും കൊണ്ട് നമ്മൾ അതിനകത്തെ കുരു എല്ലാം കളഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രേപ്പ് ജ്യൂസ് അഥവാ ഗ്രേപ്പ് സ്പഞ്ച് ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് അവരെ ഞെട്ടിക്കാൻ പറ്റുന്നൊരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.